ഹായ്! എവിടെ വരെയായി നിങ്ങളുടെ CUET പ്രിപ്പറേഷൻസ് ഒക്കെ? എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മിസ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യോളജിയുടെ CUET സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര പഠിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര അളവിൽ പഠിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്കായിട്ട് നമ്മൾ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് CUET പോലത്തെ എല്ലാ എക്സാംസിന്റെ ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് എല്ലാവരും ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ബേസ് ആയിട്ട് വരേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, അതായത് സിലബസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സിലബസ് നോക്കാതെ എത്ര തന്നെ കടന്നുപോയിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ട് സിലബസ് നോക്കിക്കൊണ്ട് അത് ഓറിയന്റ് ചെയ്ത് വിട്ട് വേണം നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ. കാരണം നമുക്ക് SCERT വൈസ് ആയിട്ട് കുറച്ച് സിലബസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ NCERT-യിൽ കുറച്ച് ഒഴിവാക്കിയ സബ്ജക്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ CUET പറഞ്ഞിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സും ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു ഘടകം കൂടെയാണ്. പിന്നെ ഈ ഒരു സിലബസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്റ്റഡീസിനെ. കാരണം ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം എത്ര യൂണിറ്റ്സ് കഴിഞ്ഞു, ഇനി ഇത്ര ബാക്കിയുണ്ട്, ഈ വീക്കിൽ എത്ര യൂണിറ്റ്സ് പഠിക്കണം. ആ രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഒക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സിലബസ് സഹായിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് ഈ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. മൊത്തത്തിൽ നമുക്കിവിടെ 10 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണ്. ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ട്രക്ചർ ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി ഉണ്ട്, കൊളോണിയലിസം, നാഷണലിസം, ക്ലാസ് ആൻഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ടോപ്പിക്സ് ആണ് ആദ്യത്തെ ഒരു ഘടകത്തിൽ ഉൾപ്പെടുന്നത്. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് നമ്മൾ സോഷ്യോളജിയിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് +2 സോഷ്യോളജിയിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്ന ഡെമോഗ്രഫിക് സ്ട്രക്ചർ ആണ്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് റൂറൽ അർബൻ ലിങ്കേജസും ഡിവിഷൻസും നമ്മൾ ആ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും ഡെമോഗ്രഫിക് സ്ട്രക്ചർ എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ടെക്സ്റ്റിൽ അത് എന്താണ് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് തന്നെയാണുള്ളത്. അപ്പൊ അത് നമ്മുടെ ഈ ഒരു CUET സിലബസിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നീട് സെക്കൻഡ് യൂണിറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഈ രണ്ടാമത്തെ CUET-യുടെ യൂണിറ്റിൽ വരുന്നത്. അവിടെ നോക്കിയാൽ നമുക്കറിയാം ഫാമിലി ഉണ്ട്, കിൻഷിപ്പ് ഉണ്ട്, കാസ്റ്റ് സിസ്റ്റം. സോ ഫാമിലി, കിൻഷിപ്പ്, കാസ്റ്റ് ഇതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, ഉറപ്പായിട്ടും കവർ ചെയ്തിരിക്കേണ്ട ടോപ്പിക്സ് ആണ് ഫാമിലി, കിൻഷിപ്പ്, കാസ്റ്റ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്കകത്താണെങ്കിലും കിൻഷിപ്പിലാണെങ്കിലും കാസ്റ്റിലാണെങ്കിലും ഒരുപാട് ടേംസ് വരുന്നുണ്ട് അല്ലെ. എൻഡോഗമി, എക്സോഗമി പോലെയൊക്കെ ഒരുപാട് ടേംസ് വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ യൂണിറ്റിന് പ്രത്യേകം നിങ്ങൾ ഇത്തരം ടേംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് ട്രൈബൽ സൊസൈറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പ്രദേശത്ത് ഏത് ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ അവരുടെ എണ്ണം, അത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് നമുക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. പിന്നെ ഇതിൽ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ, അത് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അതും എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഈ ഒരു CUET-ൽ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് എങ്ങനെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുന്നു, അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച്, പിന്നീട് ഫാമിലി, കിൻഷിപ്പ്, കാസ്റ്റ് സിസ്റ്റം, ഇതാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും കവർ ചെയ്ത് പോവേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി തേർഡ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. നമ്മളിതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഇനീക്വാലിറ്റിയും എക്സ്ക്ലൂഷനും. ഇതിൽ നമുക്ക് കാസ്റ്റ് പ്രെജുഡൈസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിൽ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ളത്. പിന്നെ മാർജിനലൈസേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ മാർജിനലൈസേഷൻസ്, സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാലിറ്റിക്കുള്ള സ്ട്രഗിൾസ്, പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ് ആൻഡ് കെയറിംഗ് ഫോർ ദി ഡിഫറെന്റ്ലി ഏബിൾഡ്. അപ്പൊ ഇതാ നമ്മൾ ആ പഠിച്ച ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അതിലെ കംപ്ലീറ്റ് ടോപ്പിക്സും ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് യൂണിറ്റ് 4 ആണ്, ദ ചാലഞ്ചസ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എന്തൊക്കെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ തന്നെ കമ്മ്യൂണലിസം, റീജിയണലിസം, കാസ്റ്റിസം, പാട്രിയാർക്കി, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ഈ ടേംസ് ഒക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ച് കവർ ചെയ്ത് പോവേണ്ടതാണ്. ആൻഡ് റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ പ്ലൂറൽ ആൻഡ് അൺഈക്വൽ സൊസൈറ്റിയിൽ സ്റ്റേറ്റിന്റെ റോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു
ടോപ്പിക്സിൽ വരുന്നത്. ആൻഡ് അഞ്ചാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്നത് പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ ആണ്. പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. ഇതിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളോണിയലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു ടോപ്പിക് ആയിട്ട് ഇവിടെ വരുന്നതാണ്. പിന്നീട് മോഡേണൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ, സെക്യുലറൈസേഷൻ, ഈ കൺസെപ്റ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആൻഡ് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ആൻഡ് ലോസ്, നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അത് ഈ ഒരു യൂണിറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അതും നോക്കി വെക്കുക. റീഫോം മൂവ്മെന്റ്സ്, അതിന്റെ വർഷങ്ങൾ, അതിന്റെ ഏറ്റവും മൂവ്മെന്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് എവിടെ നടന്നു, ഏത് വർഷം നടന്നു, അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലീഡർ ആരായിരുന്നു, അല്ലെങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്ത് ഏതെങ്കിലും പുസ്തകങ്ങളുണ്ടോ, ഏതെങ്കിലും വർക്ക് ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ വരാറുണ്ട്. ഇനി ആറാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ചേഞ്ച് ആൻഡ് ദി പൊളിറ്റി ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ആൻഡ് പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് ആൻഡ് ചലഞ്ചസ് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നതാണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് പൊളിറ്റി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഏഴാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ചേഞ്ച് ആൻഡ് എക്കണോമി ആണ് കേട്ടോ. സോഷ്യൽ ചേഞ്ചും എക്കണോമിയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ലാൻഡ് റീഫോം വരുന്നുണ്ട്, ഗ്രീൻ റവല്യൂഷൻ വരുന്നുണ്ട്, അഗ്രേറിയൻ സൊസൈറ്റി. ലാൻഡ് റീഫോംസിനെ കുറിച്ചും ഗ്രീൻ റവല്യൂഷനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിലൊക്കെ കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രയും പോയിന്റ്സ് അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്യുക. ആൻഡ് പ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ഒക്കെ ലിബറലൈസേഷന്റെ ഭാഗം ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആൻഡ് ചേഞ്ചസ് ഇൻ ക്ലാസ് സ്ട്രക്ചർ, ഇതാണ് ഈ ഒരു ഏഴാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് അറീനാസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് മീഡിയ ആൻഡ് സോഷ്യൽ ചേഞ്ച്. മീഡിയ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത്, ഇതിനൊക്കെ നിങ്ങൾ NCERT റെഫറൻസ് എടുക്കണം കേട്ടോ. NCERTയിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഗ്ലോബലൈസേഷനും സോഷ്യൽ ചേഞ്ചും ആണ് ഇവിടെ അടുത്തതായിട്ട് വരുന്ന ഒരു സബ് ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇനി ഒമ്പതാമത്തെ പറയുമ്പോൾ ന്യൂ അറീനാസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. അതിൽ മീഡിയ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഓക്കെ, ഈ ഒമ്പതാമത്തതിലും സെയിം ഈ കണ്ടന്റ് തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് പത്താമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പത്താമത്തെ ടോപ്പിക്കിലേക്ക് സോഷ്യൽ മൂവ്മെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലാസ് ബേസ്ഡ് മൂവ്മെന്റ്സ്, വർക്കേഴ്സിന്റെയും പെസൻസിന്റെയും ക്ലാസ് ബേസ്ഡ് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്സ്, ദലിത് മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ബാക്ക്വേർഡ് കാസ്റ്റിന്റെ മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ട്രെൻഡ്സ് ഇൻ അപ്പർ കാസ്റ്റ് റെസ്പോൺസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ആൻഡ് വിമൻസ് മൂവ്മെന്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ട്രൈബൽ മൂവ്മെന്റ്സ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്. അപ്പോൾ ഈ സോഷ്യൽ മൂവ്മെന്റ്സിനെ ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെയും നമുക്ക് എന്താണ് ഒരു യൂണിറ്റിലും സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതിൽ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിന്റെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് അതർ സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത്, റീഫോം മൂവ്മെന്റ്സ് നിങ്ങൾ അവിടെ ആ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നീട് മറ്റ് സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ മെയിൻ ആയിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെന്റൽ മൂവ്മെന്റിന്റെ ഒക്കെ നമ്മുടെ ചിപ്കോ പ്രസ്ഥാനം പോലുള്ള അത്തരത്തിലുള്ള എല്ലാവിധ മൂവ്മെന്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഫോം മൂവ്മെന്റ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാതരം മൂവ്മെന്റ്സും എവിടെ നടന്നു, ഏത് വർഷം, അതിന്റെ മറ്റു പ്രാധാന്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഈ സോഷ്യൽ മൂവ്മെന്റിന്റെ ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 10 യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 10 യൂണിറ്റിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. CUETന്റെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾ NCERT റെഫറൻസിന്റെ കാര്യം ഒരിക്കലും മറക്കരുത്. NCERTയിൽ കൂടെ നോക്കി നല്ല കൃത്യമായിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇത്രയാണ് ഈ സിലബസ് വൈസ് പറയാനുള്ളത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സിലബസ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ഏതൊക്കെ പഠിച്ചു, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡീസിനെ ട്രാക്ക് ചെയ്യാൻ സിലബസ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നു പോകട്ടെ. ഓക്കെ, ബൈ.